ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരിക്. ഞാൻ നിങ്ങളെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? സോ നമ്മള് ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ഈ ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ചോദ്യം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ബട്ട് എല്ലാവരും ഒന്ന് എന്ത് ചെയ്യും, സ്കിപ്പ് അടിച്ച് പോകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൂടിയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ലൈൻസ് ആൻഡ് ആംഗിൾസിനകത്ത് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോബ്ലംസുകൾ ചെയ്യുന്നുണ്ട് അല്ലെ? സോ എന്തായിരുന്നു പാരലൽ ആയിട്ടുള്ള ലൈൻസ്? ശരിക്കും പറയുവാണെങ്കിൽ കൂട്ടിമുട്ടാത്ത വരകൾ എന്ന് തന്നെ പറയാം അല്ലെ? അപ്പൊ ഇത് ഇങ്ങനെ പാരലൽ ആയിട്ട് ഇൻഫിനൈറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ലൈൻസുകളാണല്ലേ ഇവരെല്ലാവരും. ഓക്കെ, അപ്പൊ രണ്ട് ലൈൻസുകൾ, അതിനുള്ള എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രോബ്ലംസുകൾ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ലൈവില് പറഞ്ഞിട്ടുണ്ട്. സോ ആരെങ്കിലും ലൈവ് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളെ ലൈവ് തപ്പി പിടിച്ചിട്ട് കാണണം. കാര്യം അത്രയും ക്വസ്റ്റ്യൻസുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത ഒരു ലൈവ് തന്നെയായിരുന്നു. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനോടും കൂടെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ചോദ്യം ഇപ്പൊ ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ? ചുവടെയുള്ള ചിത്രത്തിൽ വരകളിലെ സമാന്തരമായ ജോഡികളെ കണ്ടുപിടിച്ച് എഴുതുക എന്നാണ് പറയുന്നത്. സോ പാരലൽ ആയിട്ടുള്ള ജോഡികൾ ഇവിടെ ഉണ്ടോ, പെയർ ഇവിടെ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ്, പാരലൽ ആയിരിക്കണമെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കണം, സെയിം ആംഗിളിലായിരിക്കണം. അപ്പൊ നോക്കാം, ഇവിടെ വരുന്നത് പി എ, ഇവിടെ പി എ ബി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 110 ഡിഗ്രിയിലാണ് വരുന്നത്. സോ ആ ഒരു ആംഗിളില് വേറെ ഏതെങ്കിലും ഒരു ലൈൻ കാണുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. ദെൻ ഇവിടെ എനിക്ക് മറ്റ് സ്പീഡിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, ഇവിടെ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. അതേതാണ്? ആർ സിയും അതേപോലെ തന്നെ ടി ഇയും. സോ ആ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് എനിക്ക് പറയാം. ഞാൻ എഴുതട്ടെ അല്ലേ? ആർ സി പാരലൽ ടു ടി ഇ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലൈൻ എനിക്ക് കിട്ടി. രണ്ടാമത്തെ ആളെ എനിക്ക് കണ്ടുപിടിക്കണം. ഗൈസ് ഒന്ന് ആലോചിച്ച് നോക്കാവേ. ഇവിടെയുള്ള ക്യൂ ബിയും അതുപോലെ എസ് ഡിയും നോക്കിക്കേ. ഈ രണ്ട് ലൈൻസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ 80 ഡിഗ്രി ആണ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഇവിടെ എത്ര വരും? 100 ഡിഗ്രി വരണം, 100 ഡിഗ്രി വരണം. രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാലേ നമുക്കറിയാം 180 ആണ്. സോ 100ഉം ഇവിടെ 80ഉം കൂട്ടിയാലേ നമുക്ക് 180 കിട്ടണം ടോട്ടൽ ആയിട്ട്. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ നോക്കിക്കേ, ഇത് 100 ആണ്, ഇപ്പുറത്ത് എത്ര വരണം? 80 വരണം. സോ ആംഗിൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ആ ലൈൻ എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. സോ ഇത് 80 ആണെങ്കിൽ ഇപ്പുറത്തുള്ള ആംഗിളും 80 തന്നെ വരണം. ഇവിടെ ഇത് 100 ആണെങ്കിൽ ഇപ്പുറത്തുള്ള ആംഗിളും കറക്റ്റ് ഇവിടെ 100 തന്നെയായിട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം, രണ്ട് ലൈൻസുകൾ കിട്ടി. ആരൊക്കെയാണ്? ക്യൂ ബിയും അതുപോലെ എസ് ഡിയും. ക്യൂ ബി പാരലൽ ടു ഇ എസ് ഡി. ഇനി ഒരു ലൈനും കൂടെ ഇവിടെ കറക്റ്റ് പെയർ ആയിട്ട് പാരലൽ ആയിട്ട് കിടപ്പുണ്ട്. അത് ഏത് ലൈൻ ആണെന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ പാരലൽ എന്ന് നമ്മൾ ഷോർട്ട് ആക്കി എഴുതുന്നത് ഇങ്ങനെ രണ്ട് ലൈൻസുകൾ യൂസ് ചെയ്തിട്ടാണ് എന്റെ മക്കൾ മനസ്സിലാക്കുക. ഇങ്ങനെ രണ്ട് ലൈനുകൾ വരച്ചു കഴിഞ്ഞാൽ അത് പാരലൽ ആണെന്നുള്ള മീനിങ് ആണ്. രണ്ട് ലൈൻസുകൾ പാരലൽ ആണ് എന്ന് പറയാനാണ് കുഞ്ഞ് രണ്ട് വര നമ്മൾ എഴുതുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ പറയുക. മൂന്നാമതായിട്ട് വരുന്ന നമ്മുടെ പാരലൽ ലൈൻ ആരാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, എന്റെ കുട്ടികളെ എല്ലാവരും ഇനി നമ്മളുടെ UP സെക്ഷനില് സീനിയേഴ്സ് ആവാൻ വേണ്ടി പോവാണ് അല്ലെ? ശരിക്കും പറയാൻ നിങ്ങൾ 7ാം ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. സോ 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഇപ്പൊ നമ്മുടെ ആനുവൽ എക്സാം വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, അയ്യോ എനിക്ക് പഠിക്കണം, എനിക്ക് കുറെ കാര്യങ്ങൾ ഇനി എങ്ങനെ പഠിക്കും, ഞാൻ ഈ ചാപ്റ്റർ ഒക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരും ബേജാറാണെന്ന് എനിക്കറിയാം, ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്ന് എനിക്കറിയാം. ബട്ട് 7ാം ക്ലാസ്സിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ഫേസ് ചെയ്യാൻ പാടില്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമും കൂടെ 7ാം ക്ലാസ്സിൽ വരുന്നുണ്ട്, നമ്മുടെ USS എക്സാം. സോ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യുക, നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സൈലം ഇവിടെ നമ്മളെ അവഞ്ചേഴ്സ് ബാച്ചിലൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ വജ്ര ബാച്ചിൽ ഉണ്ടായിരുന്ന നമ്മൾ 6ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. കാര്യം നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ നേരത്തെ കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തി, മോഡൽ എക്സാംസുകൾ നടത്തി, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ട്സുകൾ തന്നു. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പ്രോബ്ലംസുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പോൾ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ വജ്ര ബാച്ചിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, അവഞ്ചേഴ്സ് ബാച്ചിലും ഇതിനേക്കാൾ അടിപൊളിയായിട്ട് പോകണം. പക്ഷെ ഇപ്പോഴേ എന്ന് പറയാം, നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ട് തന്നെ നമ്മളെ ബാച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക, കൂടുതൽ കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. 9954000800 എന്നുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ചെറിയൊരു പ്രൈസിൽ മാത്രമാണ് എൻ്റെ കുട്ടികൾക്ക് എന്ത് വരുന്നത്, നമ്മളെ ബാച്ച് ഇപ്പം അതും 10% ഡിസ്കൗണ്ടിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ മറക്കാതെ എന്ത് ചെയ്യുക, നമ്മൾ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തോളാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ നേരത്തെ തന്നെ ആൻസറും കൂടെ ചാറ്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു ലൈവിൽ വീണ്ടും മീറ്റ് ചെയ്യണം. അതുവരെ ബൈ ബൈ, സീ യു.